അവിയൽ ആവശ്യമുള്ള സാധനങ്ങൾ: മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, ബീൻസ്, ഉരുളൻകിഴങ്ങ്, ഏത്തക്കായ, സബോള, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളത് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ജീരകവും. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അവിയൽ എങ്ങനെ ആക്കണമെന്ന് നോക്കാം. ഒരു വലിയൊരു പാൻ എടുത്തിട്ട് ഈ പാനിലേക്ക് നമുക്ക് ആദ്യം തന്നെ കായയും ക്യാരറ്റും മുരിങ്ങയ്ക്കയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ചെറു തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് പതുക്കെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്ത് ഏത്തക്കായ ഇട്ടേക്കണേന് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കഷ്ണങ്ങളുടെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീൻസും ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവിക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം. എപ്പോഴും ചെറു തീയിലിട്ടിട്ട് സമയമെടുത്ത് വേവിക്കാൻ നോക്കാം. ഇനി നമുക്ക് തേങ്ങേനെ ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ജീരകവും തൈരും ചേർത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഒതുക്കിയെടുക്കുക. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാനും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ചെറു തീയിലിട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് പതുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഈ തേങ്ങയ്ക്ക് ഈ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്.